ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. വേനൽ ചൂടിനെ അതിജീവിച്ചും ചെമ്മരിയാടിൻ കൂട്ടങ്ങൾ ചേലക്കര മേഖലയിലെ പാടശേഖരങ്ങളിൽ മേയുന്ന കാഴ്ച നയനാനന്ദകരമാകുന്നു. വേനൽ ചൂടിനെ അതിജീവിച്ചും ചെമ്മരിയാട്ടിൻ കൂട്ടങ്ങൾ ചേലക്കര മേഖലയിലെ കൊയ്ത്തൊഴിഞ്ഞ പാടശേഖരങ്ങളിൽ മേയുന്ന കാഴ്ച നയനാനന്ദകരമാകുന്നു. ജനുവരി മുതൽ 4 മാസക്കാലമാണ് ഈ മേഖലയിൽ ചെമ്മരിയാട്ടിൻ കൂട്ടങ്ങൾ എത്താറ്. തമിഴ്നാട്ടിൽ നിന്നുമുള്ള സംഘമാണ് ഇത്തവണ ആട്ടിൻകൂട്ടങ്ങളുമായി എത്തിയിരിക്കുന്നത്. 1500ഓളം ആടുകളാണ് ഒരു കൂട്ടത്തിലുള്ളത്. ഇവയിൽ 200ഓളം നാടൻ ആടുകളുമുണ്ട്. 7 ആട്ടിടയന്മാരടങ്ങുന്ന സംഘമാണ് ആടുകളെ പരിപാലിക്കുവാനായി ഓരോ കൂട്ടത്തിലുമുള്ളത്. ഇവരുടെ കാവൽക്കാരായി 5-6 നായ്ക്കളും ഉണ്ടാകും. മേയാൻ പറ്റിയ ഇടം കണ്ടെത്തുക എന്നതാണ് ഒരു തൊഴിലാളിയുടെ ചുമതല. പറ്റിയ പുതിയ മേച്ചിൽ പാടങ്ങൾ കണ്ടെത്തി രാത്രിയിലാണ് അവിടേക്ക് ആടുകളുമായി എത്തുക. പാടത്ത് താൽക്കാലികമായി കൂടാരമുണ്ടാക്കും. അതിനു ചുറ്റുമാണ് രാത്രിയിൽ ആടുകളെ അടുപ്പിക്കുന്നത്. ഇടയന്മാരുടെ സാധനങ്ങളും ചെറിയ ആട്ടിൻ കുഞ്ഞുങ്ങളെയും സൂക്ഷിക്കുന്നതും കൂടാരത്തിലായിരിക്കും. ചെറിയ ആട്ടിൻ കുഞ്ഞുങ്ങളെ വേണ്ടവർക്ക് ഇവർ ചെറിയ വിലയ്ക്ക് നൽകുവാറുമുണ്ട്. 15ഓളം ഇടയ സംഘങ്ങൾ പാലക്കാട്, തൃശൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ആടുമേയ്ക്കുന്നുണ്ട്. തമിഴ്നാട്ടിലുള്ള ആടിൻ്റെ ഉടമസ്ഥനിൽ നിന്നും ആടിനെ 10 മാസത്തേക്ക് മേയ്ക്കുന്നതിനായി ഒരു തുകയ്ക്ക് ഉടമ്പടി എടുക്കുകയാണെന്നും തിരിച്ച് ആടുകളെ മുതലാളിക്ക് ഏൽപ്പിക്കുന്നത് വരെയുള്ള ഉത്തരവാദിത്വം തങ്ങൾക്കാണെന്നും ഒരു ഇടയനായ നാഗരാജാവ് പറയുന്നു. അതുവരെയും ഇവരുടെ ജീവിതവും കൂടുതൽ സമയവും ആടുകൾക്കൊപ്പമായിരിക്കും. CCV ന്യൂസ്, ചേലക്കര.